വേടൻ ചെയ്ത തെറ്റിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷെ വേടനെതിരെ നടക്കുന്ന ഒരു ആക്രമത്തെ ഞാൻ അനുകൂലിക്കുന്നുമില്ല. അപ്പൊ ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. വേടൻ ആ പേര് കുറെ നാളുകളെടുത്ത് താഴെയിൽ നിന്നും മനുഷ്യരുടെ ഇടയിലേക്ക് പച്ച കുത്തിയെടുത്ത ഒരു പേരാണ് വേടൻ എന്ന് പറയുന്നത്. ഞാൻ പുലയനല്ല എന്ന് പറഞ്ഞു തുടങ്ങിയ വാക്കുകൾ ഇവിടുത്തെ മേൽക്കോയ്മയുടെ നെഞ്ചത്തടിക്കുന്ന രീതിയിലും അതുപോലെ തന്നെ കരണക്കുറ്റിക്കടിക്കുന്ന രീതിയിലും ജാതി വെറി പറയുന്നവന്മാർക്ക് നല്ല പ്രഹരമേദിപ്പിക്കുന്ന രീതിയിലുമാണ് ചില വാക്കുകൾ വേടൻ പറഞ്ഞു വെച്ചിരുന്നത്. ആ ഒരു രാഷ്ട്രീയത്തെ എതിർക്കുന്നവർ ഈ ഒരു വിഷയത്തെ ഒരു ട്രംപ് കാർഡാക്കി ഉപയോഗിക്കുന്നുണ്ടോ എന്നൊരു സംശയം. എന്നിട്ട് ഈ വിഷയത്തെക്കുറിച്ച് അനുകൂലപരമായിട്ട് സംസാരിക്കുന്ന ആളുകൾ എന്തിന് ഈ വിഷയത്തിൽ ജാതി കാർഡ് ഇറക്കുന്നു എന്നുള്ള ഒരു ചോദ്യവുമായിട്ട് വരുന്ന മറ്റു പലർ. ചിലർ അത് ജാതി കാർഡായിട്ട് തന്നെ പറയുന്നവരുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, വിരളമായി ചുരുക്കം ചിലർ മാത്രം. പക്ഷേ സത്യത്തിൽ ഇവിടെ ജാതി കാർഡ് പറയുന്നത് ആരാണ്? മേൽക്കോയ്മയുടെ അത്യുന്നതങ്ങളിൽ ഇരുന്നു കൊണ്ട് താഴെയുള്ള ഒരുത്തൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ജീവിത സാഹചര്യത്തെ അല്ലെങ്കിൽ പേരിനെ അവൻ തുന്നിയിട്ട് അവന്റെ വിയർപ്പിന്റെ കുപ്പായത്തെ കളിയാക്കുന്ന ഒരു മീഡിയ ജേർണലിസം നമുക്ക് കാണാൻ സാധിച്ചു ഇതിന്റെ ഇടയിലൂടെ. കാരണം പലരും ഈ വിഷയത്തിൽ വേടനെതിരെ സംസാരിച്ചിട്ടുണ്ട്, വേടൻ ചെയ്ത തെറ്റിനെ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഞാനും വേടൻ ചെയ്ത തെറ്റിനെ നോട്ടീസ് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്ത ആളാണ്. പക്ഷെ ഒരിക്കലും വേടൻ ചെയ്ത തെറ്റിനെ അനുകൂലിക്കുന്ന രീതിയിലല്ല ഞാൻ ഇപ്പോൾ ഈ വിഷയം ഇവിടെ സംസാരിക്കുന്നത്. ആ തെറ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ വേടനെതിരെ നടക്കുന്ന മറ്റൊരാക്രമത്തെയാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിയർപ്പ് തുന്നിയിട്ട കുപ്പായമെന്ന അദ്ദേഹം എഴുതിയ വരിയെ ഒരു സിനിമയിൽ പാട്ടായി നമ്മളെ ഇടയിൽ കേൾപ്പിച്ച് മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുത്ത് നമ്മൾ എല്ലാവരും ആ പാട്ടിലെ വരികളെയും അതിൻ്റെ സ്നേഹത്തെയും അതിൻ്റെ രാഷ്ട്രീയത്തെയും മനസ്സിലാക്കിയവരാണ്. അത് വിയർപ്പ് തുന്നിയിട്ടവർക്ക് മാത്രമാണ് ആ കുപ്പായത്തിന്റെ വില അറിയുന്നത്. ആ വില അറിയുന്ന ഒരുത്തൻ തന്നെയാണ് വേടൻ. അങ്ങനെ വേടനെ പോലെ ഒട്ടനവധി പേർ. കാരണം വിയർപ്പിന്റെ ആ ഒരു ഗന്ധത്തിൽ നിന്നും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വേദന വെച്ച് കുടുംബത്തെ നിലനിർത്തി കൊണ്ടുപോകുന്ന ഒത്തിരി പാവപ്പെട്ടവർ ജീവിക്കുന്ന നാടാണ് നമ്മുടെ കേരളം. അപ്പൊ അതിന്റെ ഇടയിലാണ് ഒരു മീഡിയ വന്നിട്ട് ഒരു തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ തലക്കെട്ട് ആദ്യം ഒന്ന് കാണുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ സൈഡ് കോർണറിൽ കാണുന്ന വിഷ്വലിൽ കാണുന്ന ചാനലിന്റെ ന്യൂസ് ഹെഡ്ലൈനിലാണ്, അതായത് അതിന്റെ ബ്രേക്ക് ന്യൂസ് കാണിക്കുന്ന ബാറിന്റെ അവിടെ എഴുതിയിരിക്കുന്ന ഒരു ലൈനാണ് കഞ്ചാവ് തുന്നിയിട്ട കുപ്പായമെന്ന്. ഇതെഴുതിയവന്റെ തലച്ചോറിനകത്ത് എന്ത് വർക്ക് ചെയ്തിട്ടാണ്, എന്തിന്റെ രാഷ്ട്രീയം വർക്ക് ചെയ്തിട്ടാണ് അവൻ ഇങ്ങനെ ഒരു ക്യാപ്ഷൻ ഇതിലേക്ക് പറച്ചു വെച്ചതെന്ന് അറിയത്തില്ല. കാരണം ആ വരിയെ, ഒരു കലാകാരനെ, ഒരു കലാസൃഷ്ടിയെ, അതായത് ആ ഒരു മനുഷ്യൻ, അതായത് ബേസ് ലെവലിൽ നിന്നും ഉയർന്നു വന്ന് കഷ്ടപ്പെട്ട് ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും വിഷമതകളും തൻ്റെ കൺമുന്നിൽ കണ്ട ഒരു കൂട്ടം ആളുകളുടെ വേദനകളും സൊസൈറ്റിയുടെ മുന്നിൽ പാട്ടുകളായിട്ട് കൊണ്ടുവന്ന് അതിലൊരു പ്രതിഷേധം കൊണ്ടുവന്ന് അതിലൊരു രാഷ്ട്രീയം കൊണ്ടുവന്ന് അതിനെ സൊസൈറ്റിയുടെ മുന്നിൽ ചോദ്യം ചെയ്യുകയാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തി പാട്ടിലൂടെ ചെയ്തത്. ആ ഒരു രാഷ്ട്രീയത്തെ ഒന്നടങ്കം കൊല്ലുന്നതിന് തുല്യമാണ് ഇത്തരത്തിലുള്ള വരികൾ, ഇത്തരത്തിലുള്ള തലക്കെട്ടുകൾ. ഇതിനെതിരെ നമ്മൾ സംസാരിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ നമ്മൾ പ്രബുദ്ധരാണെന്നും അല്ലെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസ സമ്പന്നരാണെന്നും അല്ലെങ്കിൽ നമ്മൾ ഇന്നിന്റെ രാഷ്ട്രീയത്തെ മനസ്സിലാക്കാത്തവരാണെന്നും ഉള്ള ഒരു തെറ്റിദ്ധാരണ ഈ സൊസൈറ്റിക്ക് ഉണ്ടാവും. വേടന്റെ തെറ്റിനെ എതിർക്കുന്നവർ വേടൻ എന്ന് പറയുന്ന വ്യക്തി വന്ന വഴിയെ നമ്മൾ മനസ്സിലാക്കി ആ വഴിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അത് കഞ്ചാവിന്റെ വഴിയല്ലായിരുന്നു, അത് വിയർപ്പിന്റെ വഴിയായിരുന്നു, കഷ്ടപ്പാടിന്റെ വഴിയായിരുന്നു, കഷ്ടതയുടെ വഴിയായിരുന്നു, അരാഷ്ട്രീയതയുടെ വഴിയായിരുന്നു, വേദനയുടെയും വിലപിക്കലിന്റെയും പട്ടിണിയുടെയും വഴിയായിരുന്നു. ആ വഴിയെ കണ്ടില്ല എന്നടിക്കാൻ ഒരു മലയാളിക്ക് സാധിക്കത്തില്ല. അതിനെതിരെ സാധിക്കും ഇവിടുത്തെ കുറച്ച് മുന്തിയവന്മാർക്കും ഇവിടുത്തെ കുറച്ച് മേൽക്കോയ്മ നടിക്കുന്നവർക്കും ഇപ്പോഴും ജാതി വെറി ഉള്ളിൽ കൊണ്ട് പേറി നടക്കുന്ന സവർണ മാടമ്പിമാരം, ഇപ്പോഴും വർണ്ണവെറി ഉള്ളിൽ കൊണ്ട് നടക്കുന്ന സവർണ മാടമ്പിമാർക്ക് അത്തരത്തിൽ ചിലപ്പോൾ അത് സാധിക്കുമായിരിക്കും. പക്ഷെ ഒരു സാധാരണ മലയാളിക്ക്, വിയർപ്പിൽ നിന്ന് മന്നം ഉണ്ടാക്കി തിന്നുന്ന ഒരു സാധാരണക്കാരന് ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ ദഹിക്കത്തില്ല. ഈ നാട്ടിലെ ആദ്യത്തെ കേസല്ല കഞ്ചാവ് പിടിച്ചിട്ട് വേടേണ്ടത്.
ഈ നാട്ടിലെ പ്രശ്നവും അതല്ല. നാട്ടിലെ ചെറുപ്പക്കാരെ കൊന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കാടടച്ച് വെടിവെച്ച് പിടിക്കുന്ന കഞ്ചാവല്ല, രാസലഹരിയാണ്. ആ രാസലഹരിക്കകത്ത് നമുക്ക് പോലും പേരറിയാത്ത, പേരുകൾ പുതിയതായി കേൾക്കുന്ന, നമ്മൾ പോലും പുതിയതായി കേൾക്കുന്ന ഒത്തിരി ഇനം സാധനങ്ങൾ നമ്മുടെ ഇടങ്ങളിൽ വന്നു പോകുന്നുണ്ട്. അതിനെ ഡീൽ ചെയ്യുന്ന വമ്പന്മാരും വലിയ കച്ചവടങ്ങളും വലിയ രാജ്യങ്ങളുമുണ്ട്. അതിനെ പിടിക്കാനല്ല നോക്കുന്നത്. ഈ ചെറിയ ഗ്രാമങ്ങളിൽ കഞ്ചാവ് പിടിച്ച് അതിൽ വലിയൊരു വാർത്താ പ്രാധാന്യം കൊണ്ടുവന്ന് പ്രത്യേകം കുറച്ച് സെലിബ്രിറ്റി സ്റ്റാർഡമുള്ള ആളുകളെ പിടിക്കുമ്പോൾ അതിന് കിട്ടുന്ന ഒരു വാർത്താ മൈലേജ്, ഇതെല്ലാം കണ്ടുകൊണ്ട് കണ്ണ് മഞ്ഞളിച്ചു പോവരുത്. ശരിയായ വഴിയിലാണോ പോകുന്നതെന്ന് ചോദിച്ചാൽ ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കേണ്ടി വരും. കാരണം ഇതിന്റെ മെയിൻ കണ്ണി ഇവിടെ രാസലഹരി ഒഴുക്കുന്നത് ആരാണ്? ഈ രാസലഹരിയുടെ മെയിൻ ആയിട്ടുള്ള ഫാക്ടറി എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? അതിന്റെ ഉൽപാദനം എവിടെ നിന്നാണ്? ആരാണ് അത് ഇവിടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്? നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ കയ്യിൽ ഇത് എങ്ങനെയാണ് കിട്ടുന്നത്? ഇത് കേരി ചെയ്യുന്നത് ആരാണ്? ഈ കേരി ചെയ്യുന്ന ആൾക്ക് ഈ സാധനം കൊടുക്കുന്നത് ആരാണ്? ഇതിന്റെ ടോപ്പ് ലെവൽ ഏജന്റ് ആരാണ്? ആ ഏജന്റിന്റെ മെയിൻ കണ്ണി ആരാണ്? ഇതൊന്നും ഇവിടെ തപ്പുന്നില്ല. ഇതെല്ലാം ഇപ്പോഴും ഒളിമറയിലിരിക്കുന്ന കാഴ്ചകൾ മാത്രമാണ്. ഇത്തരം കാര്യങ്ങളും കൂടെ കണ്ടുപിടിക്കും. അല്ലാതെ ഇതുപോലെ ഒരു വേടനെ കിട്ടിയപ്പോൾ എല്ലാം വേടനാണ്, ഇതിന്റെ പിന്നിൽ മുഴുവൻ വേടനാണ് എന്ന് പറയുന്ന ഒരു 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 കാഴ്ചപ്പാട്, അതായത് ഒരു രാഷ്ട്രീയത്തെ എങ്ങനെ ഒതുക്കാമെന്ന് വിചാരിച്ചിരുന്നവർക്ക് കിട്ടിയ ഒരു ഡ്രം കാർഡായിട്ട് ഇതിനെ ഉപയോഗിക്കരുത്. ഒരിക്കലും വേടൻ പറഞ്ഞു വെച്ച, വേടൻ എഴുതി വെച്ച, വേടൻ ആലപിച്ച ആ രാഷ്ട്രീയം ഈ നാട്ടിൽ നിന്നും പോകുന്നില്ല. വേടൻ ചെയ്ത തെറ്റ് ചിലപ്പോൾ ചൂണ്ടിക്കാണിക്കും, വേടൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഒരിക്കലും ഇത്തരത്തിലുള്ള കഞ്ചാവിനെയോ അതുപോലെ തന്നെ മറ്റ് ലഹരി പദാർത്ഥങ്ങളെയോ ഒരിക്കലും ഇത്തരത്തിൽ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ഒരു കലാകാരൻ പ്രൊമോട്ട് ചെയ്യാൻ പാടുള്ളതല്ല. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയം വന്നതുകൊണ്ട് ഒരു വലിയൊരു ടാർഗറ്റ് ചെയ്ത ഒരു അറ്റാക്കിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അത് എതിർക്കുക തന്നെ വേണം. അല്ലെങ്കിൽ നശിക്കുന്നത് പാവപ്പെട്ടവന്റെ ഗാനമാണ്, ഇല്ലെങ്കിൽ നശിച്ചു പോകുന്നത് പാവപ്പെട്ടവൻ പറയാനിരുന്ന കാര്യങ്ങളാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ തെറ്റ് തിരിച്ചറിഞ്ഞ് ഈ ഒരു ലഹരി എന്ന് പറയുന്ന ഈ ഒരു വലയിൽ നിന്ന് വേടൻ എന്തായാലും പുറത്തു വരാൻ സാധിക്കും. കാരണം അദ്ദേഹം പറഞ്ഞു വച്ച രാഷ്ട്രീയം അത്രയും ശക്തമുള്ളതാണ്, അത്രയും ശക്തിയുള്ളതാണ്. ആ രാഷ്ട്രീയം തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട്, ആ രാഷ്ട്രീയത്തിനുള്ളിലുള്ള സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് വേടൻ തിരിച്ചു വരിക തന്നെ ചെയ്യും. പുതിയ പാട്ടുകൾ എഴുതുക തന്നെ ചെയ്യും, അത് ആലപിക്കുക തന്നെ ചെയ്യും. ഇവിടത്തെ വലിയവന്മാരുടെ കൊത്തകളങ്ങളിൽ ഈ പറയുന്ന പാവപ്പെട്ടവന്റെ പാട്ട് പിന്നെയും അലമുറയിട്ട് കേൾക്കുക തന്നെ ചെയ്യും. അത് കേട്ട് നീ അലറി കരയുക തന്നെ ചെയ്യും. നിന്റെ രാഷ്ട്രീയത്തെ എടുത്ത് വിളയിൽ കളഞ്ഞ് പാവപ്പെട്ടവന്റെ രാഷ്ട്രീയം ഇനിയും മുന്നിൽ തന്നെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു വിഷയം ഇവിടെ പറയാൻ എനിക്ക് ഇപ്പോൾ ഒരു സാഹചര്യം ഉണ്ടായത്, ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട എൻ്റെ വീഡിയോയിൽ ഞാൻ വേടൻ ചെയ്ത തെറ്റിനെയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ആ തെറ്റെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. എനിക്ക് അതിന് താഴെ വന്ന കുറച്ച് കമന്റുകൾക്കും കൂടിയുള്ളൊരു മറുപടിയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ വീഡിയോ. അപ്പൊ ഇനി അടുത്തൊരു വിഷയമായിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം നേരുന്നു.